ഓക്കെ, ഇത് അമലിന്റെ ചാറ്റാണ്. അമൽ എനിക്ക് ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ 2024 ഏപ്രിൽ 18 മേന്ന് വിളിച്ചിട്ടുണ്ട് എന്നെ. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു കാരണം ഞാൻ മെസ്സേജ് നോക്കാം, ഓരോ തിരക്കും കാര്യങ്ങൾ അങ്ങനെ അയക്കാം. ഇവിടെ പൈസ വിട്. ഇത് കണ്ടോ, ഈ ചാറ്റ് ഓന അയച്ചെന്നാണ്. ഇത് കണ്ടോ, വിത്ത് ഈ ഇവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. ഇത് മുഴുവൻ കാണുകയും കണ്ടതിന് ശേഷം കുറ്റം പറയുന്ന ആൾക്കാർ ദയവായി കാണാതിരിക്കുക. കാരണം പലരും ചോദിക്കുന്ന ചോദ്യം ഞാൻ ആദ്യം തന്നെ പറയാം. ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നേക്കുന്ന പല ആൾക്കാരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാനതെല്ലാം വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ദ എൻഡാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് അധികം ആർക്കും അറിയാത്ത ചില കാര്യങ്ങളും കൂടെ ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയം, അതായത് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്നുള്ള ആ ഒരു കുടുംബത്തിൻ്റെ അകത്ത് നടന്നിട്ടുള്ള രണ്ടുപേരുടെ ഡിവോഴ്സും അതുപോലെ അവർ രണ്ടുപേരും തമ്മിൽ പിരിയേണ്ടി വന്ന സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളുടെ ഏതാണ്ട് എക്സാക്റ്റ് ആയിട്ടുള്ള നടന്ന സംഭവമാണ് ഇതിനകത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി മുന്നോട്ട് കാണുന്നവർ, ഇത് താല്പര്യമുള്ളവർ മാത്രം കാണുക. ബാക്കിയുള്ളവർ ആനുകാലികമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിലേക്ക് പോവുക, തീർച്ചയായിട്ടും പോവുക. കാരണം ഇത് കണ്ടിട്ട് ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കരുത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇതെന്താ നിങ്ങൾ ഇവരുടെയൊക്കെ ഫാമിലി മാറ്ററൊക്കെ എടുത്തിട്ട് സംസാരിക്കുന്നത്? ഇത് ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ മാറ്റർ അല്ല. അവരുടെ പേഴ്സണൽ മാറ്റർ ആണെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസിലാണ് തീർക്കുന്നത്. ഇത് പബ്ലിക്കലി സോഷ്യൽ മീഡിയക്കകത്ത് വന്ന വിഷയത്തിനെ സമൂഹം മൊത്തം സംസാരിക്കുകയും അവരെ കാണുന്ന ഓഡിയൻസ് സംസാരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പബ്ലിക്കിലേക്ക് വന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ഈ പറയുന്ന മെയിൻ സ്ട്രീം ചാനലുകളടക്കം പല കാര്യങ്ങളിനകത്ത് നിങ്ങൾ ആത്മഹത്യയായിട്ടും കൊലപാതകമായിട്ടും തൂങ്ങി മരണമായിട്ടൊക്കെ പല വീട്ടിൽ നടക്കുന്ന, പല ഭർത്തൃ വീട്ടിൽ നടക്കുന്നതും അല്ലാതെ നടക്കുന്നതും ഫേക്ക് കേസസും ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം ഒരു ആത്മഹത്യക്ക് ശേഷം വാർത്തയാകുമ്പോൾ മാത്രമാണ് ഇതെല്ലാം ഇത് ആഘോഷിക്കുന്നത്. അതിനു മുമ്പ് ഇത് പബ്ലിക് സ്പേസിലേക്ക് എത്തുകയും അത് ചർച്ച ചെയ്യുകയും പിന്നെ ആ ഒരു വിഷയം മര്യാദയ്ക്ക് അങ്ങ് പോവുകയും ചെയ്യാറുണ്ട്. അതും ആരും മറക്കാതിരിക്കുക എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കാം. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്, കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് അയച്ചു തന്നിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. കാരണം മല്ലു ഫാമിലിക്കകത്ത് 2-3 വീഡിയോ വന്നിട്ടുണ്ട്. അവരുടെ ഇതിനകത്ത് വേറൊരു പെൺകുട്ടി സംസാരിക്കുന്നൊരു വീഡിയോ, കരഞ്ഞ് സംസാരിക്കുന്ന വോയിസ് അടക്കം നിങ്ങളുടെ മുമ്പിൽ പുറത്തു വന്നു. പിന്നെ അതിനുശേഷം ഇന്നലെ നമ്മുടെ ഈ ഇച്ചായൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഹൈ റേഞ്ച് ഫാമിലിക്കകത്ത് വന്ന ഒരു വീഡിയോ അടക്കം പല കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനത് വ്യക്തമാക്കുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു വളരെ ഈ അടുത്ത മണിക്കൂറുകൾക്ക് 1 മണിക്കൂറിന് മുമ്പ് മാത്രം വന്ന സുജിന്റെ ചാനലിൽ മല്ലു ഫാമിലിക്ക് എത്തുന്ന ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഇതിൽ ചെറിയ കാര്യം, ഇന്നലത്തെ വീഡിയോസിൽ കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ സുജിനെ അമല് നിന്റെ ഭാര്യയെ പറ്റിയാ പറഞ്ഞ, പിന്നെ നീ എന്തിനാ അവനോട് സൗമ്യമായി സംസാരിക്കണതെന്ന് തെളിവുണ്ടോ? ഞങ്ങൾ ചോദിക്കണം, തെളിവുണ്ടോ? അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്. ഇപ്പൊ അൻഷാദ് വീഡിയോ എടുക്കണോ, അൻഷാദ് പൊന്നൂസിനെ പറ്റി അങ്ങനെ പറഞ്ഞു എന്ന് റിഷാദിന്റെ അടുത്ത് പറയാണ്. എന്നിട്ട് റിഷാദ് അതിന്റെ അടുത്ത് പറയാണ് സുജിനെ മറ്റേ പൊന്നൂസിനെ പറ്റിയിട്ട് അൻഷാദ് അങ്ങനെ പറഞ്ഞു എന്ന്. ഞാൻ അൻഷാദോട് ചോദിക്കാനേ, അൻഷാദ് ഈ അങ്ങനെ പറഞ്ഞു എന്ന്. അപ്പൊ അൻഷാദ് പറയാണ്, സുജി ഞാനങ്ങനെ പറയുമോന്ന്, എനിക്കൊന്ന് തല്ലാൻ പറ്റുമോ? നിങ്ങൾ പറയും. ഇപ്പൊ ചിലർ പറയുന്നു അമല് കഞ്ചാവാണ്, മറ്റേ ഓരോന്ന് കാലിലും വെള്ളം കുടിച്ചേക്കുന്ന ചെക്കനാണെന്നൊക്കെ. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്തിനാ അറിയേണ്ട ആവശ്യം? പിന്നെ ചിലർ പറഞ്ഞു ഓനെ വിളിപ്പിക്കാണെന്ന്. എനിക്കൊന്നും ഓനെ വിളിപ്പിക്കേണ്ട ആവശ്യം. ഓൻ അങ്ങനെ പറഞ്ഞോ എന്നുള്ളത് തെളിഞ്ഞ ഓൻ ആദ്യം അടിക്കും ഞാനാണ്. അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞില്ല. അതാണ് ഞാൻ യൂട്യൂബ് വീഡിയോയിൽ നിന്നൊക്കെ പറയുന്നത്. ഓൻ അങ്ങനെ പറഞ്ഞോ എന്നുള്ളത് കൊണ്ട് തെളിഞ്ഞ ഓൻ ആദ്യം അടിക്കും ഞാനാണ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ അത് നമുക്ക് തെളിവ് വേണ്ടേ? ഇപ്പൊ അവൻ ഭയങ്കരമായിട്ട് നിന്ന് പറയണോ, പറഞ്ഞിട്ടില്ല എന്ന് പറയണത്. ഇപ്പുറത്തെ ഓപ്പോസിറ്റ് കുട്ടി പറയണോ മറ്റേ എന്റെ അടുത്ത് പറഞ്ഞു. ആ കുട്ടിയുടെ ഭാഗത്ത് ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവ് വേണ്ടേ? ഒരു ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ടെലിഗ്രാം ഇതിലൊന്നും ചാറ്റ് ചെയ്തതിനുള്ള ഒരു. ഇനി വിഷയത്തിലേക്ക് വരാം. ഞാൻ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് അതിൻ്റെ അവസാനത്തെ വീഡിയോ എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഒരു സംഭവം ഇനിയൊരു ചർച്ച ആകാൻ അല്ലെങ്കിൽ ചർച്ചയാക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഇവിടെ നിർത്തുന്നത്. ഇപ്പോഴും പറയുമ്പോഴും ഞാൻ പറയുന്നു, ഇതിനകത്ത് ആ കുഞ്ഞാറ്റ എന്നുള്ള പെൺകുട്ടിയോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അതിനകത്ത് അത് ഏകപക്ഷീയമായിട്ടുള്ള സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ വ്യക്തമായ കാരണം കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് സുജിൻ പറഞ്ഞൊരു കാര്യത്തിൻ്റെ അത് സുജിൻ്റെ ഭാര്യയുടെ പേര് ഇതിനകത്ത് വലിച്ചഴിക്കപ്പെട്ടു. അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം തുടക്കത്തിൽ തന്നെ ഞാൻ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. ഞാൻ അതിനകത്ത് വ്യക്തമായി പറഞ്ഞത്, ഈ പറയുന്ന കുറേ സ്ക്രീൻഷോട്ട് അടക്കം ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്, അതൊന്നും പുറത്ത് വരാതിരിക്കട്ടെ, അങ്ങനെയൊക്കെ അറിഞ്ഞാൽ ചില ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ അടക്കം ചിലപ്പോൾ വീട്ടിൽ കയറി അടിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ സംഭവം ഇപ്പം നിലവിൽ എവിഡൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, സുജിൻ പറയുന്ന ഒരു കാര്യത്തിൻ്റെ അകത്താണെങ്കിൽ ആ കുട്ടി പറയുന്നു അതിൻ്റെ അകത്ത് കയ്യിൽ തെളിവുകളൊന്നുമില്ല. ഇത് എങ്ങനെയാണ് ആ കുട്ടി ഇതിനകത്ത് വരുന്നുള്ള കാര്യം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഈ കുഞ്ഞാറ്റ എന്നുള്ള കുട്ടി ജിസ്ബി ആ പുള്ളിക്കാരത്തി ഈ ഡിവോഴ്സ് എന്നുള്ള കാര്യം തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം സ്റ്റോറി ഇടുന്നു. ആ സ്റ്റോറി ഇട്ടതിന് ശേഷം ചേച്ചി നന്നായി, ഇതുപോലൊരു സംഭവം എൻ്റെ അടുത്ത് ഈ പുള്ളിക്കാരൻ കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ജിസ്ബിയോട് ഈ പുള്ളിക്കാരത്തി അതിന് ശേഷമാണ് ഇതെന്ന് പറയുന്നത്. അഥവാ ആ കുട്ടി പറഞ്ഞതിന് ശേഷമല്ല ജിസ്ബി ഒരു തീരുമാനം എടുത്ത് ഡിവോഴ്സിലേക്ക് പോയത്. ഡിവോഴ്സ് എന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷമാണ് മുൻകാലത്ത് എന്തോ ഉണ്ടായ ചാറ്റിനെ കുറിച്ച് ഈ കുട്ടി ഇപ്പോൾ പറയുകയും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞത്. ആ പെൺകുട്ടി ഇപ്പം നിലവിലൊരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അകത്ത് കരഞ്ഞലറി വിളിച്ചിട്ടുള്ള കാര്യങ്ങളും ആ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനൊരു കാര്യം പറയാം. ആ കുട്ടി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മറ്റ് പലരോടും സംസാരിച്ചെന്ന് ഞാൻ അറിയുന്നു. അതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു ഹതഭാഗ്യമായിട്ടൊരു അവസ്ഥയിലാണ് ആ കുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത്
ഒരു പെൺകുട്ടി അവരുടെ ലൈഫിൻ്റെ അകത്ത് തിക്താനുഭവം കൊണ്ട് ഡിവോഴ്സിലേക്ക് പോയി എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതിനുശേഷം അവരുടെ ഇൻബോക്സിൻ്റെ അകത്ത് പോയി ചേച്ചി ഇതുപോലുള്ള സംഭവങ്ങൾ എൻ്റെ അടുത്തും പറഞ്ഞുകൊണ്ട് ചേച്ചി എടുത്ത ഡിസിഷൻ നന്നായി എന്ന് മാത്രമാണ് ആ കുട്ടി പറഞ്ഞത്. അതിനുശേഷം ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആ കുട്ടി പറഞ്ഞു. അതിനുശേഷം ഇതിനകത്ത് പറയുന്നു, അതിനുശേഷം ആ ഒരു സ്ക്രീൻഷോട്ട് എന്തോ പുറത്തേക്ക് വരുന്നു, സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നു, വോയിസുകളൊക്കെ പുറത്തേക്ക് വരുന്നു, അങ്ങനെ പല സാഹചര്യത്തിൽ ആ കുട്ടിയാണെന്ന് അറിയുന്നു. അതിനുശേഷം ഈ ഒരു സംഭവം നിരന്തരമായിട്ട് ഇത് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പല കാര്യങ്ങൾ അതിനെ നമ്മുടെ ഈ മല്ലു ഫാമിലി സുജിൻ വിളിച്ചിട്ട് ഈ ചായൻ എന്നുള്ള അമലിനെ വിളിക്കുന്നു. അമൽ വിളിച്ചിട്ട് അമൽ പറയുന്നു ഞാൻ അതിനകത്ത് എനിക്ക് അറിയത്തോടിയില്ല എന്ന് പറയുന്നു. പിന്നെ ഇവരുടെ കോൺവെർസേഷനൊക്കെ കേട്ടവർക്ക് അറിയാം. സോ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ആ കുട്ടി ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ അനുഭവം മാത്രമാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. സുജിൻ ആദ്യം വിളിക്കുന്ന സമയത്തും ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എനിക്കിതിനെക്കുറിച്ച് വേറെ ഒന്നും അറിയത്തില്ല, എൻ്റെ കയ്യിൽ എൻ്റെ ഫോണുണ്ട്, ഈ ഫോൺ കൊണ്ടുകൊടുത്ത് റിക്കവർ ചെയ്തെടുക്കാമെന്ന് സുജിൻ പറയുന്നുണ്ട്. ആ റിക്കവർ ചെയ്തെടുക്കാമെങ്കിൽ എടുത്തോളൂ, ഞാൻ അതിന് എവിടെ വേണം വരാമെന്നും ആ കുട്ടി സമ്മതിക്കുന്നുണ്ട്. അതായത് ആ കുട്ടി എവിഡൻ്റ് ആയിട്ട് അത് കള്ളമല്ല പറയുന്ന കാര്യം വ്യക്തമാണ്. ഇനി കള്ളമാണോ സത്യമാണോ എന്ത് കാര്യമായിക്കൊണ്ട് പോട്ടെ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം തന്നെ ഇപ്പോഴും പറയുന്നു. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഈ അമലും എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അമൽ സംസാരിച്ചപ്പോൾ അമൽ കുറേയധികം കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ അമൽ പറഞ്ഞത് ഇപ്പോൾ നമ്മളൊരു വിഷയത്തിന് രണ്ട് വശമുണ്ട്, അതുപോലെ തന്നെ ഈ രണ്ട് വശങ്ങളും കേൾക്കുക എന്നുള്ള കാര്യം കൊണ്ട് തന്നെ അമൽ പറയുന്നതും വളരെ ശാന്തമായിട്ട് തന്നെ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ആസ് എ പേഴ്സൺ ഐ എം എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ മാത്രം, അതർവൈസ് അല്ലാതെ ഈ ജഡ്ജ്മെൻറ്റ് നടത്താനോ ജഡ്ജി ആവാനോ ഒന്നും ഞാനില്ല കേട്ടോ, ഞാൻ ഒരിക്കലും ഇല്ല, ഞാൻ എൻ്റെ വീഡിയോക്കത്തെങ്ങും ഞാൻ പറയുന്നില്ല. സോ അദ്ദേഹം പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് കേട്ടു. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. അല്ലെങ്കിൽ അമലിൻ്റെ കയ്യിൽ എൻ്റെ വോയിസ് ഉണ്ടാവും, ഞാൻ ആ വോയിസ് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ അമൽ ഞാൻ കള്ളത്തരമാണ് പറയണമെങ്കിൽ അമൽ അത് പുറത്ത് വിട്ടോട്ടെ. ഞാൻ പറഞ്ഞ വോയിസ് അയച്ചത് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനപ്പോൾ തിരക്കിലായിരുന്നു, വർക്കിലായിരുന്നു, എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ, ബ്രോ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഈ ഒരു വിഷയം ആ തുടക്കത്തിൽ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സംഭവങ്ങളുടെ പുറകെ തൂങ്ങി നടക്കാതെ നിങ്ങളുടെ ചാനലിൻ്റെ അകത്തും നിങ്ങളുടെ വീഡിയോസും ഹാപ്പിനെസ്സുമായിട്ട് മുന്നോട്ട് പോകും. ആ കുട്ടി അവരുടെ ഒരു ജോലിയും മറ്റുള്ള കാര്യങ്ങളായിട്ട് മറ്റൊരു രാജ്യത്ത് അവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്, നിങ്ങൾ ആ ഡിവോഴ്സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുത്ത് ആ കുട്ടിയെ അവരെ സ്വതന്ത്രമാക്കി വിടും. നിങ്ങളുടെ ജീവിതം നോക്കി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ ഈ ഒരു വിഷയം അവസാനിപ്പിക്കുക. ആ കുട്ടിയെ ഡ്രാഗ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇടാതിരിക്കും. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നിങ്ങളുടെ കാര്യം നോക്കി പോകുക. ആ കുട്ടിയുടെ ലൈഫ് നോക്കി പോകട്ടെ. വെറുതെ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് തടി ഉണ്ടാവാതിരിക്കട്ടെ. നമുക്കടക്കം ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആൾക്കാർ ഇത് നമ്മളെ കയ്യിൽ അയച്ചുകൊണ്ടേയിരിക്കും. അതാണ് വേറെ സംഭവം, അറിയുന്നവർക്കറിയാം. ഇതാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. ഇല്ലായെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അമലിൻ്റെ കയ്യിൽ എൻ്റെ വോയിസ് ഉണ്ടാവും. അമൽ എന്നോട് സംസാരിച്ച് കുറേ അധികം വോയിസുകളുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടുന്നു ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ആരുടെയും എന്നോട് പേഴ്സണൽ സംസാരിച്ച ഒരൊറ്റ വ്യക്തികളെയും ഞാൻ അവരോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ ഒരിക്കലും അതൊന്നും എടുത്ത് പുറത്ത് വിടുന്നില്ല, ഈ നിമിഷം വരെ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ആ ഒരു വിഷയം അവിടെ തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ. ഇതിനകത്ത് പെട്ടുപോയ ഒരു പെൺകുട്ടിയുണ്ട്, അതാണ് ഈ ഇടയ്ക്ക് ഇന്നിപ്പം ഇദ്ദേഹം പറഞ്ഞത്. ബാക്കി കേൾക്കാം. തെളിവില്ല, ഒന്നുമില്ല, ആകെ പറഞ്ഞോന്ന് മാത്രം ഉള്ള ഒരാളെ പേരിൽ എങ്ങനെ ഞാൻ ഓർഡർ വിളിച്ചു. ഇവിടെയാണ് സുജിൻ്റെ ഒരു പ്രശ്നം. അതായത് ഇപ്പം ഞാൻ ഈ വിഷയം തീരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ പെൺകുട്ടിക്ക് ഡിവോഴ്സ് കിട്ടണം, അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റണം, അതിൻ്റെ പുറകെ നടന്ന് കൂരമ്പുകൾ ചെയ്യാതിരിക്കണം, അതിനെ തെറി പറയുക, സമൂഹ മാധ്യമങ്ങളുടെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. അതിനകത്ത് ഇദ്ദേഹം പറയുന്ന തെളിവുകളില്ല. ഇദ്ദേഹം തന്നെ പറഞ്ഞ സംസാരിക്കുന്ന വോയിസിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ അതിനകത്ത് ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. അപ്പം ആ റിക്കവർ ചെയ്തെടുക്കാൻ ഞാൻ റെഡിയാണ്, ഞാൻ എവിടെ വേണമെങ്കിലും സാക്ഷി പറയാനും മൊഴി കൊടുക്കാനും ഒക്കെ തയ്യാറാണെന്നടക്കം പലതരത്തിലും എൻ്റെ വോയിസിനകത്ത് ഈ പുള്ളിക്കാരൻ ആ കുട്ടിയോട് പറയുന്ന ആ കുട്ടി നിലവിളിച്ച് കരയൊക്കെ സംഭവങ്ങൾ എൻ്റെ കയ്യിലും ഉണ്ട്. കരയുക, ആ കുട്ടി അത് പേടിച്ച് കിടന്ന് കരയുക. ആ കുട്ടി ചെയ്ത കാര്യം എന്താ? അത് ഒരിക്കലും പോയിട്ട് നുണ പറയാൻ വേണ്ടിയിട്ട് പോയതല്ല. ആ കുട്ടി അഥവാ ജിസ്ബി കുഞ്ഞാറ്റ ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്നുള്ളതോ അങ്ങനെ എന്തോ സ്റ്റോറി ഇട്ടപ്പോൾ മാത്രമാണ് നമ്മളെല്ലാവരും ഈ അറിഞ്ഞതുപോലെ ആ കുട്ടി അറിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെയാണ് സംഭവം. നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സ് കഴിഞ്ഞ വീഡിയോ ഈ ഹൈറേഞ്ച് ഫാമിലിയായിട്ടും ഈ അമൽ കുഞ്ഞാറ്റ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് ബോക്സ് പോയി നോക്കി. അതിനകത്ത് ചിലപ്പം പെൺകുട്ടികളുടെ കമൻറ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞത് മനുഷ്യനാണ്. ഞാൻ അമലിനോട് പറഞ്ഞാൽ ഞാൻ പറയാം, മനുഷ്യനാണ്, തെറ്റുകൾ പറ്റും. പക്ഷേ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക. ഇനി ഒരിക്കലും ആ ഒരു തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഒരാളെ ചുമ്മാ കൂരമ്പുകൾ ചെയ്യുന്ന, അവരെ ഡ്രാഗ് ചെയ്തിടുന്ന പരിപാടി ഒഴിവാക്കുക. ഇത് തന്നെയാണ്. ആ കുട്ടിക്കും ജീവിക്കണ്ടേ? അത് ഇപ്പം ഈ പറഞ്ഞ ഈ എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞ് അത് ഏതോ രാജ്യത്ത് കിടന്ന് ഒറ്റയ്ക്ക് ജീവിക്കുക. അത് വല്ല അതിനും ഈ പറഞ്ഞ കടുങ്കൈ ചെയ്യുന്നുള്ള അമൽ പറഞ്ഞതുപോലെ ആ കുട്ടി വല്ല കടുങ്കൈ ചെയ്ത് ആരുണ്ട് എൻ്റെ കൂടെ? മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് ലൈഫുകൾ നിങ്ങളുടെ ലൈഫുകളാണ്. നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇത് കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് ഇത് സംസാരിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യമൊക്കെ സമൂഹം വിലയിരുത്തട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ബാക്കി കേൾക്കാം. ചൂടാവും എങ്ങനെ വിളിച്ച് തെറി പറയും. പിന്നെ എനിക്ക് പൊന്നൂസൻ നല്ല വിശ്വാസം കേസ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും എനിക്കിതിൽ വേണ്ട. പക്ഷെ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തെളിയിക്കണം എന്നുള്ളത് മാത്രം ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ യൂട്യൂബിലേക്ക് ഒരിക്കലും ഒരു കണ്ടന്റ് ആക്കി കൊണ്ടുവരാനും ഞാൻ ഇതിനെപ്പറ്റി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരിക്കലും ഇതിനെപ്പറ്റി ആഗ്രഹിച്ചിട്ടില്ല യൂട്യൂബിലേക്ക് കണ്ടന്റ് ആക്കി കൊണ്ടുവരാൻ. യൂട്യൂബിലേക്ക് ഇത് ആദ്യം കൊണ്ടുവന്നത് മറ്റേ നമ്മുടെ താത്തയാണ്. താത്താക്കേണ്ട ആവശ്യമില്ല, താത്തയാണ് ആദ്യം ഇത് യൂട്യൂബ് കണ്ടന്റ് ആക്കിയിട്ട്
മറ്റേ കൊണ്ടുവന്നത് എന്ത് ഇതിലേക്കായിട്ട്. അപ്പൊ അതിന്റെ ആവശ്യം അവർക്ക് ശരിക്കും പോലെ ഇല്ല. ഒരു വണ്ടി കിടക്കട്ടെ. ഓക്കെ, അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിലേക്ക്, അതായത് യൂട്യൂബിലേക്ക് ഈ ഒരു സംഗതി കൊണ്ടുവരേണ്ട ഒരു ആവശ്യം അവർക്കില്ല. അവരാണ് ഇത് യൂട്യൂബിലേക്ക് എത്തിച്ചത്. അതായത് ഈ കുട്ടി, പിന്നെ ഇതിൽ വേറെ കാര്യം എടുത്ത് പറയട്ടോ, എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നത് കുഞ്ഞാറ്റല്ല. അത് ഞാൻ പറയാന്ന് വിചാരിച്ചു. അത് ഇന്നലത്തെ വീഡിയോ അറിയാതെ പറഞ്ഞാണ്. അമലാണ് എനിക്ക് ഇന്നലെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നത്. ഞാൻ കാണിച്ചു തരാം. അമൽ എനിക്ക് അയച്ചത് സ്ക്രീൻഷോട്ട് ഒന്ന് കാണിക്കാൻ ചാൻ. ഓക്കെ, ഇത് അമലിന്റെ ചാറ്റാണ്. അമൽ എനിക്ക് ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ 2024 ഏപ്രിൽ 18 മേന്ന് വിളിച്ചിട്ടുണ്ട് എന്നെ. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച കാരണം ഞാൻ മെസ്സേജ് നോക്കാം, ഓരോ തിരക്കും കാര്യങ്ങൾ അങ്ങനെ കാര്യം അയക്കാം. ഇവിടെ പൈസ ഇവിടെ ഇത് കണ്ടോ, ഈ ചാറ്റ് ഓൻ അയച്ചെന്നാണ്. ഇത് കണ്ടോ, വിത്ത് ഈ ഇവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അതായത് അമൽ അയച്ചിട്ടുള്ള ചാറ്റിൻ്റെ അകത്ത് അമൽ ഇന്ന കാര്യങ്ങൾ ജിസ്ബി കുഞ്ഞാറ്റയ്ക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ചിലപ്പോൾ കുഞ്ഞാറ്റ അമലിൽ അയച്ചു കൊടുത്തിട്ടുള്ള കാര്യമായിരിക്കും, ചിലപ്പോൾ അമൽ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. അമൽ അയച്ചു കൊടുത്ത ചാറ്റ് എന്ന് വെച്ചാൽ വളരെ റോ ആയിട്ടുള്ള ചാറ്റായിരിക്കും. അതിനകത്ത് ഒരിക്കലും അത് ആ കുട്ടിയുടെ പേരോ മറ്റുള്ള കാര്യങ്ങളോ മറച്ചുകൊണ്ടായിരിക്കത്തില്ല. ആ കുട്ടിയുടെ പേരും പബ്ലിക്കായിട്ട് ഇതായി മാറി കല്യാണം. ഞാൻ അറിഞ്ഞിടത്തോളം ആ കുട്ടിയുടെ സാഹചര്യമൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഈ കുഞ്ഞാറ്റയും ഈ ചാനയൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നൊരു കുട്ടിയാണ്. അതിനെയും ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു, ക്രോസ് വിസ്താരമൊക്കെ ചെയ്യുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ ഞാൻ ഓക്കെ, ഇനി അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താനോ അതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് ഇനി അയാൾ ഇങ്ങനെ ചെയ്തു ഇയാൾ അങ്ങനെ ചെയ്യുന്നു പറയാം. പക്ഷേ എനിക്ക് ഇവിടെ പറയാനുള്ളത്, അമലിനോടും പറയാനുള്ളത്, അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ വളരെ മോശമായിട്ട് പറയുന്ന ആൾക്കാരോടും പറയാനുള്ളത്, ഇവിടെ കുഞ്ഞാറ്റ എടുത്ത ഡിസിഷൻ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കോ നമുക്ക് ആർക്കും ദോഷം വരുന്ന ഡിസിഷൻ അല്ല. അവിടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ വളർത്തേണ്ടത് അവരാണ്. അതോടൊപ്പം തന്നെ ആ കുടുംബം അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പീഡ അതൊക്കെ വളരെ വലുതാണ്. അവരൊരു ഡിസിഷൻ എടുത്തു. സമൂഹത്തിൻ്റെ അകത്ത് അവർക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലാത്തൊരു സാഹചര്യം എത്തിയപ്പോൾ രണ്ടുപേരും രണ്ടാവാൻ അവർ തീരുമാനമെടുത്തു. ഇപ്പം അമലിനോട് പറഞ്ഞപ്പോഴേക്കും അത് അമലിനോട് ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഇത് മ്യൂച്വൽ ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെ അതൊരു ഡിവോഴ്സിലേക്ക് പോകുന്നുള്ള ഒരു തരത്തിലേക്ക് എന്താണ് പുള്ളി പറഞ്ഞത്. വളരെ നല്ല കാര്യം, സ്വാഗതാർഹമാണ്. കാരണം ഒരു കാരണവശാലും ഇനി ആ ഒരു കാരണം പറഞ്ഞിട്ട് പീഡനം ഏറ്റുവാങ്ങാൻ ആ കുട്ടിക്ക് അങ്ങനെ സാഹചര്യം ഒരുങ്ങാതിരിക്കട്ടെ. അദ്ദേഹത്തെ പറഞ്ഞ സംഭവം ഞാൻ ഇവിടെ പ്ലേ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ എന്തോ ആണ്, മ്യൂച്വൽ ആയിട്ടുള്ള ഡിവോഴ്സിലേക്കൊക്കെ പോകുന്നുള്ള കാര്യമാണ്. ഇതിന് മുൻപാണെങ്കിൽ അദ്ദേഹം ഒപ്പിടുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല, ഒപ്പിട്ട് കൊടുക്കത്തില്ല എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കേട്ടത്. അപ്പോൾ അതിൽ നിന്ന് മാറി ആ ഒരു സംഭവങ്ങളിലൊക്കെ അപ്പോൾ ഓക്കെ, അവനവൻ്റെ കാര്യം നോക്കി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നു, ഈ ഒരു കഴിഞ്ഞ ദിവസം വേണമെങ്കിൽ ഇതിനെടുത്ത് വെച്ചിട്ട് വീണ്ടും എടുത്ത് ചെയ്യാമായിരുന്നു. ഇന്ന് രാവിലെ എൻ്റെ ഇൻബോക്സ് നിറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത്, വാട്സാപ്പിൻ്റെ അകത്ത് ഒരുപാട് പേര് അറിയുന്ന ആൾക്കാർ, നിരന്തരം അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. നിങ്ങൾ പല കാര്യങ്ങളും ഇതുപോലെ കാണുമ്പോൾ അയക്കുമ്പോഴാണ് ചിലതൊക്കെ നടക്കുന്നത് പോലും നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു വിഷയം ഇവിടെ നിർത്തുന്നു. ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഇനിയും ഇപ്പം ആ ഒരു കുട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അഥവാ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു ഡ്രാഗിങ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യും. അല്ലാതെ അവരവരുടെ ലൈഫ് ജീവിക്കട്ടെ. അതോടൊപ്പം തന്നെ അമലിനോടും പറയുന്നത്, നല്ലൊരു ചാനൽ, നിങ്ങളിപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയായിട്ടൊക്കെ നിൽക്കുന്നു. അതിനകത്ത് ഇപ്പം ലാസ്റ്റ് താങ്കളുടെ പിതാവ് സംസാരിക്കുന്ന മാനസിക വിഷമം കൊണ്ടാണെങ്കിലും ഇനിയും ആ ഒരു തരത്തിലുള്ള സംഭവങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയ അറിയാമല്ലോ, അത് കുറച്ച് ദിവസം അത് നിലനിൽക്കും, അതിനുശേഷം ആൾക്കാർ അത് വിടും. നിങ്ങൾ എന്താണോ നിങ്ങൾ നല്ല കോണ്ടന്റ് കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് നിൽക്കും. നിങ്ങളുടെ വ്യക്തിപ്രഭാവമോ എൻ്റെ വ്യക്തിപ്രഭാവമോ വീഡിയോ ചെയ്യുന്നവരുടെ വ്യക്തിപ്രഭാവമോ ഒന്നുമല്ല ആൾക്കാർക്ക് വേണ്ടത്. ആൾക്കാർക്ക് അറിയേണ്ടത് നമ്മൾ കൊടുക്കുന്ന കോണ്ടന്റാണ്. ആ കോണ്ടന്റ് അവർക്ക് തൃപ്തിപ്പെടുത്തുമെങ്കിൽ, അതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം കിട്ടി നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളെ കാണുന്ന ആൾക്കാരെ പരമാവധി എൻ്റർടൈൻ ചെയ്യാനും അവർക്ക് വേണ്ട കോണ്ടന്റ് കൊടുക്കാനും നിങ്ങൾ പരമാവധി ശ്രമിക്കുക എന്നുള്ള കാര്യം മാത്രമേ എനിക്കിവിടെ അമലിനോട് പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പം മല്ലു ഫാമിലി സുജിൻ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും മറ്റുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ വൈഫിനായിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് എന്ത് ഡിസിഷൻ എടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം അയാളാണ് തീരുമാനം എടുക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളിനകത്ത് ആ പാവപ്പെട്ട പെൺകുട്ടിയെ നിന്ന് ചുമ്മാ എടുത്ത് ഡ്രാഗ് ചെയ്തിടേണ്ട കാര്യമൊന്നുമില്ല. ആ കുട്ടി ചെന്ന് നിന്ന് കൊടുത്തു, ആ കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെയും ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. അത് കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അത് എടുത്തത് ഇടുന്നില്ല, എനിക്കത് താല്പര്യമില്ല. സോ ഗൈസ്, ഈ ഒരു വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അവർ അടിയുണ്ടാക്കുകയോ പിടിയുണ്ടാക്കുകയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തൊന്നുമില്ല. ബട്ട് എൻ്റെ മുമ്പിലേക്ക് എത്തിയ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ എൻ്റെ സൈഡിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ആൾക്കാർ സംസാരിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആൾക്കാർ, നേരിട്ട് ഇതുമായിട്ട് ചാറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരടക്കം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഈ നിമിഷം വരെ ഞാൻ പറയുന്നു, അതൊന്നും ഞാനെടുത്ത് പുറത്ത് വിടുന്നില്ല. ബാക്കി അവരവരുടെ ലൈഫ് അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഇത് ഇവിടം കൊണ്ട് അവസാനിക്കട്ടെ. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് ഞാൻ തുടക്കത്തിൽ എൻ്റെ വീഡിയോസിൽ തന്നെ ഇത് തുടക്കം ആയപ്പോഴേ പറഞ്ഞു, അമലെ ആ ഒരു വിഷയം വിട്ടേരി, നിങ്ങളുടെ കാര്യം നോക്കി പോകും. നിങ്ങൾ ആ കുട്ടിയെ ഡ്രാഗ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചർ ദോഷം ചെയ്യും. അതിപ്പോൾ ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് എത്തി. സോ അതുകൊണ്ട് അവനവൻ്റെ ലൈഫ് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോവുക. ഞാൻ കുറച്ച് ദിവസം മാത്രം ഭൂമി ജീവിക്കാൻ വേണ്ടിയിട്ട് വന്ന വെറും വാടകക്കാരാണ്. ഈ വാടക വീട് ഒഴിയേണ്ട സമയമാകുമ്പോഴേക്കും നമ്മൾ ചത്ത് മണ്ടടിച്ച് നാമാവശേഷമായിട്ട് പോകും. അതിനുശേഷം ഇവിടെ അടുത്ത തലമുറ അവിടെ വരുന്നു, അവർ ജീവിക്കുന്നു. അതിനുശേഷം എന്താവും ഏതാവും നമ്മൾ ആലോചിച്ചിട്ട് തലമുണ്ടാക്കേണ്ട കാര്യമോ നാളെക്കുറിച്ച് ഓർത്ത് വേദനിക്കേണ്ട കാര്യമോ ഇന്നലെ തലയിൽ കൊണ്ടു നടന്ന് അതിന് ഭീമാകാരമായിട്ട് ഇങ്ങനെ ഭാരം കൊണ്ട് നടക്കേണ്ട കാര്യമോ ഒന്നുമില്ല. ഈ നിമിഷം ഇപ്പോൾ ജീവിക്കുക. ദാറ്റ്സ് ഓൾ.
നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്പോസ് ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ് ബൈ.